ഡോക്ടറെ, ഈ രാവിലെ എണീറ്റിട്ട് തുമ്മുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനടക്കമുള്ളവർക്ക് ആ പ്രശ്നമുണ്ട്. അലർജിക്കാണ് ഞാൻ. പക്ഷെ എന്നാലും രാവിലെ എണീറ്റാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ എണീക്കുമ്പോൾ തന്നെ തുമ്മി തുടങ്ങും. അതൊരു സെറ്റ് ഓഫ് തുമ്മൽ ഇങ്ങനെ പോവും. അത് അതിന് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ആയുർവേദത്തിൽ? തീർച്ചയായിട്ടും ഇതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ആൾക്കാർ വന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അലർജിക്കാണെന്നാണ്. പക്ഷേ എല്ലാ തുമ്മലും അല്ലെങ്കിൽ മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് വരുന്നത് അലർജിക്ക് കൊണ്ടല്ല, അലർജി റീസൺസ് അല്ല. ഇത് നമ്മൾ അലർജി ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അത് നോക്കി അലർജി അല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നോൺ അലർജിക് റൈനൈറ്റിസ് എന്നൊരു കണ്ടീഷനുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന മൂക്കടപ്പോ അല്ലെങ്കിൽ തുമ്മലോ ആയിരിക്കാം പലതിൻ്റെയും കാരണം. അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കൊടുക്കാറ്. ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫാർമസികളിൽ പോയി നേസൽ ഡീകൺജസ്റ്റൻ്റ് വാങ്ങിക്കുക, അത് ഉപയോഗിക്കുക. അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് അവർക്ക് ലഭിക്കുക. അത് മാത്രമല്ല, ഈ നേസൽ ഡീകൺജസ്റ്റൻ്റ് ഉപയോഗം കാരണം ഈ മൂക്കടപ്പ് എന്ന് പറയുന്നത് സ്ഥിരം ഉപദ്രവമായി വരാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡീകൺജസ്റ്റൻ്റ് ഉപയോഗിക്കാതെ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. നമ്മളിതിൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ ഇത് മൂക്കിൽ ദശ വളരുന്നതിനും അതായത് നേസൽ പോളിപ്പ് ഉണ്ടാകുന്നതിനും സൈനസൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുകളിലേക്ക് എത്തിച്ചേരാനും ഉള്ള സാധ്യത വളരെ അധികമാണ്. അതിനാൽ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഭേദമാക്കാൻ സാധിക്കും.